നമസ്കാരം, വാസുകി ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ദേവലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു പക്ഷിയുടെ കഥയാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് മഹർഷി കശ്യപൻ സഹോദരിമാരായ വിനത, കദ്രു എന്നിവരെ വിവാഹം ചെയ്തു. അതിൽ കദ്രുവിന് അനേകായിരം സർപ്പങ്ങളെ മക്കളായി ലഭിച്ചപ്പോൾ വിനതയ്ക്ക് അരുണൻ, ഗരുഡൻ എന്നിവരെ മക്കളായി ലഭിച്ചു. രണ്ട് സഹോദരിമാരുടെ ചപലമായ ഒരു പന്തയം കാരണം വിനതയ്ക്ക് കദ്രുവിൻ്റെ അടിമയാകേണ്ടി വന്നു. ഇതറിഞ്ഞ ഗരുഡൻ തൻ്റെ മാതാവിനെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിറ്റമ്മയായ കദ്രുവിനോട് ചോദിച്ചു. ദേവലോകത്തിൽ നിന്നുമുള്ള അമൃത കലശം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിന്റെ അമ്മയെ എൻ്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാമെന്നവർ വെല്ലുവിളിച്ചു. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ശപഥം ചെയ്ത ആ ഗരുഡൻ ദേവലോകം നോക്കി പറക്കുവാൻ തുടങ്ങി. യാത്രാമധ്യേ തൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയുടെ അനുഗ്രഹവും അദ്ദേഹം വാങ്ങി. ചിറകടിച്ച് പറന്ന് ഉയരുന്നതിൻ്റെ ഇടയിൽ തൻ്റെ വലിയ ചിറകു തട്ടി ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് അത് വലിയ ആഘാതത്തിൽ ഭൂമിയിൽ പതിക്കുവാൻ പോയി. അപ്പോഴാണ് ഗരുഡൻ ശ്രദ്ധിച്ചത്, ആ ശാഖയിൽ അനേകായിരം മുനിമാർ തല കീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയായിരുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ആ വലിയ കൊമ്പ് തൻ്റെ കൊക്കിൽ എടുത്ത് അവൻ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുനിമാരുടെ തപസ് മുടക്കിയത് മൂലമുള്ള ശാപം അവൻ പേടിച്ചു. തൻ്റെ മകനു വേണ്ടി മഹർഷി മുനിമാരോട് മാപ്പപേക്ഷിച്ചു. ആ മുനിമാർ ഗരുഡന് മാപ്പ് നൽകുകയും അവനെ അനുഗ്രഹിക്കുകയും തങ്ങളുടെ തപസ് തുടരുവാനായി ഹിമാലയത്തിലേക്ക് യാത്രയായി. ഒരു അങ്കുലം മാത്രം വലിപ്പമുള്ള ആ മുനിമാർക്ക് ബാലകല്യന്മാർ എന്നാണ് പേര്. കശ്യപ മഹർഷിയുടെ അനുഗ്രഹം നേടിയ ഗരുഡൻ ദേവലോകത്തേക്ക് യാത്രയായി. ദേവലോകത്തെത്തിയ പക്ഷി ശ്രേഷ്ഠൻ അവിടെ തൻ്റെ ചിറകുകൾ അടിച്ചൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയും ഭീതി പടർത്തുകയും ചെയ്തു. ദേവലോകമാകെ നടുങ്ങി. അവിടെയുള്ള അനേകായിരം യോദ്ധാക്കളെ തോൽപ്പിച്ച് അവൻ അമൃത കലശം വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അമൃത കലശം 2 സർപ്പങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. അമൃത കലശം വെച്ചിരിക്കുന്ന സ്ഥലത്ത് 2 ചക്രങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊരുവൻ അത് തൊട്ടാലും അവനെ കീറി മുറിക്കുന്ന രീതിയിലായിരുന്നു ആ ചക്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ ശരീരത്തെ ഏറ്റവും ചെറുതാക്കുകയും അമൃത കലശം തൻ്റെ കൈക്കലാക്കി അവിടെ പൊടി പടർത്തി ആ 2 സർപ്പങ്ങളെയും അന്ധരാക്കി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഗരുഡൻ തൻ്റെ വീട് നോക്കി പറക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുനിന്ന ഇന്ദ്രൻ അങ്ങേയറ്റം കുപിതനാവുകയും തൻ്റെ വജ്രായുധം ഗരുഡൻ്റെ മുകളിൽ എറിയുകയും ചെയ്തു. ഇത് കണ്ട് ഗരുഡൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, രാജാവായ അങ്ങ് എൻ്റെ മുമ്പിൽ തോൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു തൂവൽ ഞാൻ പൊഴിക്കുന്നു. അങ്ങനെ അവൻ്റെ ഒരു തൂവൽ ഭൂമിയിൽ പതിക്കുകയും അവിടെ യാഗം നടത്തുന്ന സന്യാസിമാരുടെ ഇടയിൽ പോയി വീണു. സുവർണ വർണ്ണമുള്ള ആ തൂവൽ കണ്ട് അതിശയിച്ച മുനിമാർ ഈ പക്ഷിയെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുകയും സ്വർണ്ണ നിറമുള്ള ആ തൂവലുള്ള പക്ഷിക്ക് അവർ സുപർണൻ എന്ന പേര് നൽകുകയും ചെയ്തു. അതാണ് വിഷ്ണു സഹസ്രനാമത്തിലെ 192ാമത്തെ നാമമായ സുപർണോ വായുവാഹന. അങ്ങനെ ഇന്ദ്രൻ ഇത് കണ്ട് പുഞ്ചിരിക്കുകയും എന്തുകൊണ്ടാണ് താൻ അമൃതകലശം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഗരുഡനോട് ചോദിച്ചു. എല്ലാ കാര്യകാരണവും ഇന്ദ്രനോട് വർണ്ണിച്ച ഗരുഡൻ താൻ ഇതിൽ നിന്നും ഒരു തുള്ളി അമൃതം പോലും ഭക്ഷിക്കുകയില്ല എന്ന് ദേവേന്ദ്രന് ഉറപ്പു നൽകി. ഇത് കണ്ട് സന്തോഷം ഉണ്ടായ ഇന്ദ്രൻ തനിക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ആ ദിവസം മുതൽ എല്ലാ സർപ്പങ്ങളും തൻ്റെ ഭക്ഷണമാവണം എന്ന വരം തനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഗരുഡൻ പറഞ്ഞു. അങ്ങനെ ആ വരം ഗരുഡന് കൊടുക്കുകയും ആ ക്ഷണം മുതൽ ഗരുഡനും ഇന്ദ്രനും ഉറ്റ ചങ്ങാതിമാരാവുകയും അവർ ഒരുമിച്ച് കദ്രുവിനെയും മക്കളെയും കാണുവാൻ പുറപ്പെട്ടു. കദ്രുവിൻ്റെ വീട്ടിൽ എത്തിയ ഗരുഡൻ ആ അമൃത കലശം കുശപ്പുല്ലിൽ വയ്ക്കുകയും തൻ്റെ ചിറ്റമ്മയെ വിളിക്കുകയും ചെയ്തു. അമൃത കലശം കയ്യിലെടുക്കാൻ ഒരുങ്ങിയ കദ്രുവിനെ ദേവേന്ദ്രൻ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം അമൃതം സ്പർശിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ കദ്രുവും മക്കളും സ്നാനം ചെയ്യാൻ പോയ തക്കം നോക്കി അമൃത കലശത്തിൽ നിന്നും കുറച്ചു തുള്ളി അമൃതം ചെറിയ പാത്രത്തിലേക്ക് മാറ്റുകയും അമൃത കലശം ദേവേന്ദ്രൻ അവൻ്റെ അടുക്കൽ വെച്ചു. അങ്ങനെ അമൃതം കദ്രുവിന് നൽകുകയും തൻ്റെ മാതാവിനെ ചിറ്റമ്മയുടെ അടിമത്വത്തിൽ നിന്നും ഗരുഡൻ മോചിപ്പിച്ചു. കുറച്ചു തുള്ളി അമൃതമെങ്കിലും കുശപ്പുല്ലിൽ വീണ് കാണുമെന്ന് കരുതിയ സർപ്പങ്ങൾ ആ കുശപ്പുല്ല് നക്കുകയും മൂർച്ചയേറിയ ആ കുശപ്പുല്ല് കാരണം അവരുടെ നാവുകൾ മുറിഞ്ഞുപോയി. അന്നു മുതലാണ് സർപ്പങ്ങളുടെ നാവ് രണ്ടായി മുറിയുകയും അവർക്ക് സംസ്കൃതത്തിൽ ദ്വിഹജിഹ്വ എന്ന പേരുമുണ്ട്. ഇതെല്ലാം കണ്ടുനിന്ന മഹാവിഷ്ണു അങ്ങേയറ്റം സന്തോഷിച്ചു ഗരുഡന്റെ സത്യസന്ധതയിലും ധർമ്മത്തിലും. ഗരുഡനോട് എന്തു വരമാണ് തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു തുള്ളി അമൃതം പോലും ഭക്ഷിക്കാതെ തനിക്ക് അമരനാവണം എന്ന വരം നൽകി അനുഗ്രഹിക്കണമെന്നും വിഷ്ണുവിൻ്റെ വാഹനമായി താൻ വരണമെന്നും വരം നൽകാൻ ആവശ്യപ്പെട്ടു. ഈ 2 വരവും നൽകി മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും തൻ്റെ കൊടിയിൽ ഗരുഡനെ സ്ഥാപിക്കുകയും ചെയ്തു. അതുമൂലം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 354 നാമത്തിൽ ഗരുഡധ്വജ എന്നൊരു നാമവുമുണ്ട്. ഇതാണ് പക്ഷിശ്രേഷ്ഠനായ ഗരുഡന്റെ കഥ. ഇതുപോലെ ഇനിയും കഥകൾ കേൾക്കാൻ വാസുകി ടോക്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ നിങ്ങളുടെ വാസുകി നിങ്ങളുടെ അടുത്ത് വിട പറയുന്നു. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.